ഹലോ ഓൾ അസ്സലാമു അലൈക്കും. ഇന്നത്തെ റെസിപ്പി അടിപൊളി പാവ് ഭാജിയാണ് റെസിപ്പിയാണ് കാണിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേ ഒരു രുചിയിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പം വീഡിയോയിലേക്ക് കിടക്കാം. അതിനായിട്ട് ഞാനൊരു കുക്കറിൽ 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയ ജീരകം 2 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിന് മെയിനായിട്ട് വേണ്ടത് ഞാനിവിടെ 3 ഉരുളക്കിഴങ്ങ് കട്ടാക്കി എടുത്തതും പിന്നെ ഒരു ബീട്രൂട്ടിൻ്റെ നേരെ പകുതിയാണ് എടുത്തത്. ബീട്രൂട്ട് ചേർക്കുന്നത് നമ്മുടെ ഈ ഒരു മസാലയ്ക്ക് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ പകുതിയാണ് ചേർത്തത്. അപ്പോൾ അതും കൂടി കുക്കറിലിട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1.5 ടീസ്പൂണ് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഈ ഒരു മുളകൊക്കെ നന്നായിട്ട് ഈ ഉരുളക്കിഴങ്ങൊക്കെ മിക്സ് ആകുന്നവർ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് കോളിഫ്ലവർ വേണം, അതും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടിയിട്ട് ജസ്റ്റ് പിന്നെ ആ മുളകൊക്കെ എല്ലാ രീതിയിൽ എത്തുന്ന ഇതാക്കി കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ചെറിയ 2 തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് 1-2 വിസിൽ വരുന്നവരെ നമുക്കൊന്ന് പിന്നെ കുക്കറൊന്ന് അടച്ചു കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഒരു പാനിലേക്ക് ഞാനിതാ 1 ടേബിൾ സ്പൂണ് ബട്ടറോ അല്ലെങ്കിൽ പിന്നെ ഗീയോ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഗീയാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇതിലേക്ക് ഒരു വലിയ 2 ഉള്ളിയും ചെറുതായി കട്ടാക്കിയതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഉള്ളിൻ്റെ കളറൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിൻ്റെ കളറൊക്കെ മാറിയിട്ട് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് വലിയൊരു ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ക്യാപ്സിക്കവും ഉള്ളിയൊക്കെ നന്നായിട്ട് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു ചെറിയ തക്കാളി ചെറുതായി കട്ടാക്കിയതും ഇട്ട് കൊടുക്കുന്നുണ്ട്, അതും കൂടി ഇട്ടിട്ട് പിന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ഇങ്ങനെ ഉടഞ്ഞു വരണമെന്നൊന്നുമില്ല, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വഴന്നാൽ മതി. അപ്പം ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് പാവ് ഭാജി മസാല പൗഡറാണ്. ഞാൻ ഈ ഒരു പൗഡറാണ് എടുത്തത്. പിന്നെ ബേക്കേഴ്സിൻ്റെ ഇങ്ങനെ പല ബ്രാൻഡിലുള്ള പിന്നെ മസാല പൗഡർ ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്നും ഒരു 2.5 ടേബിൾ സ്പൂണ് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മസാലപ്പൊടി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു 2.5 ടേബിൾ സ്പൂണ് ആ ഒരു മസാല പൗഡറും കൂടി ഇട്ടിട്ട് ആ മസാലേൻ്റെ ഒക്കെ പച്ചമണം മാറുന്നവരെ ഒന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മസാല ഒക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച ഒരു കുക്കറിലിട്ട വെജിറ്റബിളൊക്കെ ഇല്ലേ, അതൊന്ന് നന്നായിട്ടൊന്ന് കയ്യിലോടൊക്കെ ഉടച്ചു കൊടുക്കുക. പിന്നെ അപ്പോൾ ഇതാ നന്നായിട്ട് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ നിന്ന് പിന്നെ ആ ഒരു മസാല നമ്മുടെ ഈ ഒരു മസാലയിലേക്ക് ചേർത്ത് കൊടുത്ത് ആ കുക്കറിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയം ഉപ്പ് നോക്കണേ, ഉപ്പ് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ ഇതിലേക്ക് പിന്നെയും ബട്ടർ ഒരു 3 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുക. ഈ ഒരു ബട്ടറിൻ്റെയും ഒക്കെ മണമാണ് നല്ലൊരു മണമായിട്ട് വരുന്നത്. അപ്പം ഇതിലേക്ക് കസൂരി മേത്തി ഞാൻ ഒരു 4 സ്പൂൺ കസൂരി മേത്തിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയില ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്തിട്ട് എല്ലാം കൂടിയിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ചെറുനാരങ്ങൻ്റെ പകുതി എടുത്തിട്ട് നന്നായിട്ടൊന്ന് പിന്നെ ചെറുനാരങ്ങൻ്റെ നീരൊന്ന് ഒഴിച്ച് കൊടുക്കാം. എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് പിന്നെ ഒരു പാൻ എടുത്തിട്ട് അതിലൊരു ടേബിൾ സ്പൂൺ ബട്ടറും പിന്നെ 1 ടീസ്പൂണ് നമ്മുടെ മസാലേൻ്റെ അതൊന്നും എടുത്തിട്ട് പിന്നെ ബന്ന് ഞാൻ ബേക്കറിയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ആ ബന്നും കൂടി നമുക്കൊന്ന് ഫുള്ളായിട്ടൊന്ന് ഈ ബട്ടറിലേക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടെടുക്കാം. ഒരു ബട്ടറും മസാലയും ഒക്കെ ഈ ബന്നിനൊക്കെ ഒന്ന് പിടിക്കാനും പിന്നെ ബന്ന് നല്ല സോഫ്റ്റായിട്ടും കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിത് റെഡിയായി. അപ്പോൾ ഇതാ ഞാനൊരു പ്ലേറ്റിലേക്ക് കുറച്ച് ഉള്ളിയും ഒരു ചെറുനാരങ്ങൻ്റെ പീസും പിന്നെ നമ്മുടെ ബന്നും പിന്നെ കൂടുതൽ നമുക്ക് ഈ ഒരു കറിയാണ് വേണ്ടത്. കറി കൂടി പിന്നെ ഒരു സൈഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടൽ കേട്ടോ. പാവ് ഭാജിയുടെ മസാലയാണ് ഇതിന് പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് കഴിക്കാനായിട്ട് കിട്ടുന്നത്.
അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.